1886 തുമ്പമൺ എന്ന പ്രദേശമാകെ വസൂരി എന്ന ഭയാനകമായ രോഗം പിടിപെട്ടു. ആ പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സിൽ ഭയവും ആവലാതിയും നിറഞ്ഞു. ഇതേ സമയം മുളന്തുരുത്തിയിൽ നിന്നും നിരണം പ്രദേശത്ത് ഒരു സന്യാസി എത്തിയിട്ടുള്ളതായി കേട്ടറിഞ്ഞ ജനങ്ങളിൽ ചിലർ അദ്ദേഹത്തെ പോയി കാണുകയും തങ്ങളുടെ ദേശത്തെ സങ്കടങ്ങൾ വിശദമായി ബോധിപ്പിക്കുകയും ചെയ്തു. സന്യാസി ആ പ്രദേശത്തേക്ക് എത്തുകയും രോഗവിവരം കണ്ടറിയുകയും ചെയ്തു. തന്റെ പക്കലുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നും ഒരു വെറ്റിലയെടുത്ത് വസൂരി ബാധിച്ച ഒരാളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ആ ഇലയുടെ മുകളിൽ കിടക്കുവാൻ പറഞ്ഞു. തുടർന്ന് അദ്ദേഹം അപ്രത്യക്ഷനായി. ആ രോഗി വെറ്റിലയിൽ കിടക്കുകയും രോഗം നിശേഷം ശമിക്കുകയും ചെയ്തു. സന്യാസിയെ തിരക്കി നാട്ടുകൂട്ടം ഇറങ്ങിത്തിരിച്ചെങ്കിലും അദ്ദേഹം ആരാണെന്ന് അറിയുവാൻ സാധിക്കില്ല. ഈ വാർത്ത കേട്ട ഒരു വൃദ്ധയായ അമ്മ അവരോട് പറഞ്ഞു, നിങ്ങൾ തിരയുന്ന ആ സന്യാസിയുടെ താമസം പമ്പാ നദിയുടെ അക്കരയിലാണ്. അത് കേട്ടപാടെ ജനങ്ങൾ പമ്പാ നദിയുടെ അക്കരയെത്തി. അവിടെ ദൂരെ മാറി ഒരു കുരിശ് കാണപ്പെടുകയും പെട്ടെന്ന് അവർ തേടി വന്ന ആ സന്യാസി ശ്രേഷ്ഠൻ കടന്നു വരികയും ചെയ്തു. അപ്പോഴാണ് ആ സന്യാസി മറ്റാരുമല്ല, അദ്ദേഹം പരിശുദ്ധ പരിമല കൊച്ചുതിരുമേനിയാണെന്ന് അവർക്ക് മനസ്സിലായത്. പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയുടെ അക്കരെ പരുമല എന്ന ദ്വീപിൽ ഈ പുണ്യവാൻ ഇപ്പോഴും കുടികൊള്ളുന്നു.